നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് അതിനുള്ള പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അധികം ആളുകളും ചോദിക്കുന്ന ഒന്നാണ്, നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് ഡിലീറ്റ് ആയിപ്പോയാൽ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന്. അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുത്ത ഫോട്ടോ പിന്നീട് നമ്മുടെ വാട്സപ്പിൽ നിന്ന് നമ്മളത് ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആ ഫോട്ടോ എങ്ങനെ കണ്ടെത്താമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഫോട്ടോസ് ആണെങ്കിലും ഓഡിയോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുക. നമ്മുടെ ഫോണിനകത്ത് തന്നെ ആ സൗകര്യമുണ്ട്, അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കത് തിരിച്ചെടുക്കാൻ സാധിക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. വാട്സപ്പിനകത്ത് നമ്മൾ ആർക്കെങ്കിലും അയച്ചു കൊടുത്ത ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫയൽ മാനേജറിലൂടെ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. നമ്മുടെ ഡാറ്റകളൊക്കെ ഫയൽ മാനേജറിൽ സേവ്ഡ് ആണ്. അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള ഫയൽ മാനേജർ ഈ കാണുന്ന ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. പക്ഷേ ഈ ഒരു ഫയൽ മാനേജർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ആളുകൾക്കും ഈ ഫയൽ മാനേജറിനകത്ത് ഇത്തരം ഡാറ്റകൾ കളക്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും. ചിലപ്പോൾ അത് ലോഡായി വരാനുള്ള സമയം, ചിലപ്പോൾ അത് കൃത്യമായ ഡാറ്റ കിട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് നമുക്ക് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഒരു ഫയൽ മാനേജർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോണിലൊക്കെ ഈ ഒരു ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഇടത് ഭാഗത്ത് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഫോൾഡറുകളും ഫയൽ ഡീറ്റെയിൽസുകളും നമുക്ക് കിട്ടും. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഈ ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡറിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോൾഡറുകൾ കാണും. ഇതിനകത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു വാട്സപ്പ് ബിസിനസ്സിൻ്റെ ഫോൾഡർ കാണും. അതുപോലെ തന്നെ നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ ഒരു ഫോൾഡർ കാണും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡാറ്റകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാട്സപ്പ് ബിസിനസ്സിലെ ഡാറ്റയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെങ്കിൽ ഇവിടെ com.whatsapp എന്നുള്ളൊരു ഫോൾഡർ കാണും നിങ്ങളുടെ ഫോണിനകത്ത്. അത് വാട്സപ്പ് ബിസിനസ്സാണ്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന com.whatsapp എന്ന് മാത്രം കാണിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോൾഡർ കാണും, വാട്സപ്പ് എന്നുള്ളത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇത് നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാം സ്റ്റാറ്റസ് എന്നുള്ള ഒരു ഭാഗം. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റാറ്റസുകളൊക്കെ ഇവിടെ കാണും. നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആരുടെ സ്റ്റാറ്റസാണോ വേണ്ടതെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് കാണുന്ന ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഇത് മൂവ് ചെയ്ത് ഈ ഫോൾഡറിൽ നിന്ന് മാറ്റി വെക്കണം. കാരണം 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഫോൾഡറിനകത്ത് വാട്സപ്പിലെ സ്റ്റാറ്റസ് കാണില്ല. പുതിയ വാട്സപ്പിലെ സ്റ്റാറ്റസുകളായിരിക്കും കാണിക്കുക. കാരണം നമുക്കൊരു വാട്സപ്പ് സ്റ്റാറ്റസ് 24 hours മാത്രമേ ഇതിനകത്ത് കാണുള്ളൂ. അതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് കണ്ട ഉടനെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. വാട്സപ്പിലെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വാട്സപ്പ് ഓഡിയോ എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ വാട്സപ്പ് ഇമേജ് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ വാട്സപ്പ് ഡോക്യുമെൻ്റ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റിക്കർ, വാട്സപ്പ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾ വാട്സപ്പ് വീഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള വീഡിയോസുകളൊക്കെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ വാട്സപ്പിലെ ഓഡിയോസ് ഉണ്ട്, വാട്സപ്പ് ഇമേജ് ഉണ്ട്, വാട്സപ്പ് വീഡിയോസ് ഉണ്ട്, സ്റ്റിക്കറുകളൊക്കെ ഉണ്ട്. ഏറ്റവും താഴെ വാട്സപ്പ് വീഡിയോ നോട്ട് എന്നുള്ളതും വാട്സപ്പ് വോയിസ് നോട്ട് എന്നും കാണാൻ സാധിക്കും. ഞാനിവിടെ കാണിച്ചതിന് വേണ്ടി വാട്സപ്പ് ഇമേജ് എന്ന് കാണുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫോണിനകത്തുള്ള ഈ വാട്സപ്പിലെ ഫോട്ടോസുകളാണ് കാണുന്നത്. ഇവിടെ ഏറ്റവും മുകളിൽ പ്രൈവറ്റ് എന്നൊരു ഫോൾഡറും കാണും, താഴെ സെൻഡ് എന്നുള്ള ഫോൾഡറും കാണും. ഇവിടെ ഈ സെൻഡ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആർക്കൊക്കെ എന്തൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടോ ആ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ എന്തൊക്കെ ഫയലുകൾ ആർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രൈവറ്റ് എന്ന ഫോൾഡർ ഉണ്ട്. ഈ പ്രൈവറ്റ് എന്ന ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ഗ്രൂപ്പുകൾ, ചില വ്യക്തികളൊക്കെ നമുക്ക് മീഡിയ വിസിബിലിറ്റി എന്ന രീതിയിലേക്ക് മാറ്റി വെക്കാറുണ്ട്. അതായത് നമ്മുടെ ഗാലറിയിൽ അത്തരം ഫോട്ടോകൾ കാണാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അത്തരം ഫോട്ടോകൾ, അതായത് പ്രൈവറ്റായി കിടക്കുന്ന മീഡിയ വിസിബിലിറ്റി ആക്കി വെച്ചിരിക്കുന്ന ഫോട്ടോകൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഈ സെൻഡ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത ഫോട്ടോസ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പിൻ്റെ വീഡിയോ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ഇവിടെ സെൻഡ് എന്നുള്ള ഫോൾഡർ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ വീഡിയോ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. പ്രൈവറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഏതൊക്കെ വീഡിയോസുകളാണോ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഓർക്കുക, നിങ്ങളുടെ ഫോണിനകത്തുള്ളതും നിങ്ങളുടെ ഫോണിനകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള വീഡിയോസുകളും ഓഡിയോസുകളൊക്കെ ഇവിടുന്ന് കിട്ടും. ഇത് ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. പക്ഷേ ഈ ഫീച്ചറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഈ ഒരു ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇടതു ഭാഗത്ത് 3 ലൈന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണും ഷോ ഹിഡൻ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റിങ്സ്. ഈ സെറ്റിങ്സ് നിങ്ങൾ ഓൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ വാട്സപ്പിലെ ചില വോയിസുകളൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. വാട്സപ്പ് വോയിസുകൾ എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് പോയ വോയിസുകൾ നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കില്ല. വാട്സപ്പിൽ നമ്മൾ നേരത്തെ ഡിലീറ്റ് ചെയ്ത് പോയി, പക്ഷേ നമ്മുടെ ഫോണിനകത്ത് ആ ഓഡിയോ ഉണ്ടെങ്കിൽ ആ ഓഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഓപ്പസ് പ്ലെയർ എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓപ്പസ് പ്ലെയർ എന്നതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്പസ് പ്ലെയർ എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ കാണാൻ സാധിക്കും ഓപ്പസ് പ്ലെയർ വാട്സപ്പ് ഓഡിയോ എന്നുള്ളത്. നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കാത്ത വാട്സപ്പിലെ ഓഡിയോകളൊക്കെ ഇത് ഉപയോഗിച്ച് പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഓഡിയോ പ്ലെയർ ആപ്പാണ്. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലുള്ള എല്ലാ വോയിസുകളും ഇതിലൂടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയും ഇതെവിടേക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് പോയ ഓഡിയോകൾ നിങ്ങൾക്ക് കാണുമെങ്കിലും നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, അത് പ്ലേ ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരു ആപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്കത് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.